ഹായ് ഹലോ മക്കളെ, യെസ് അവന മിസ് ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, സ്മാർട്ട് വർക്ക് വിയസ് ഹാർഡ് വർക്ക് വിച്ച് ഈസ് ബെറ്റർ അല്ലേ. നിങ്ങൾ ഈ രണ്ട് വേർഡും ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്മാർട്ട് വർക്ക് എന്നിട്ട് ഒരു ക്രോസ് ഇടുക, എന്നിട്ട് ഹാർഡ് വർക്ക് എന്നിട്ട് ഒരു ടിക്ക് ഇടുക. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ? നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇമ്പോർട്ടൻസ് മിസ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ മിസ് പറയട്ടെ, നമ്മൾ 5ാം ക്ലാസ്സിലെ ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഏതെങ്കിലും എൻ്റെ മക്കൾ ജോയിൻ ചെയ്യാതെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചാൻസ് ആണ് ഇതാ. ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് എന്തുണ്ട്, 5ാം ക്ലാസ്സിലെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്. ഇപ്പോൾ മിസ് എന്താ ലൈവ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാറൊക്കെ ഇല്ലേ, അങ്ങനെ സംസാരിച്ചിട്ട് നമുക്ക് എന്താ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താ ചെക്ക് പോയിന്റ്സ്, അഡാപ്റ്റ്, അതുപോലെ ഡെയിലി എക്സാം ക്വസ്റ്റ്യൻസ്, അതുപോലെ എന്താ ഡെയിലി ടാസ്ക്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആപ്പിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ മുഴുവനായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നന്നായിട്ട് പഠിപ്പിച്ചെടുക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അല്ലേ. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, അതെ നമുക്ക് എല്ലാവർക്കും ജയിക്കണം അല്ലേ. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, പറ്റുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു മാക്സിമം നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് ആണോ സ്മാർട്ട് വർക്ക് ആണോ? കുറേ മുന്നോക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ. ഇപ്പം നമ്മൾ പറയും സ്മാർട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ടൈം കൺസ്യൂം ചെയ്യാൻ പഠിക്കണം. സമയം ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സമയം എന്ത് ചെയ്യണം, വളരെ കുറച്ചെടുത്ത് പഠിക്കണം. നിങ്ങളെ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ ഒത്തിരി ടൈം എടുത്ത് പഠിക്കുന്ന കുട്ടികളും പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികളും അല്ലേ. അവരവരെ പഠിച്ചിട്ട് എന്ത് ചെയ്യും, അവരവർ കളിക്കാൻ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾക്ക് തോന്നാറില്ലേ അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അല്ലേ. ഇനിയിപ്പം ഇത്രയും ടൈം ഇരുന്ന് പഠിക്കണ്ട അല്ലേ, നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ വിവിധ തരം ലേണേഴ്സ് നമ്മുടെ അടുത്തുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ആവാൻ ശ്രമിക്കാൻ പറ്റും. എന്ത് ചെയ്യണം, നമ്മളവിടെ ടൈം മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. ഓക്കെ, നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക, ഇത്ര ടൈമിനുള്ള എന്ത് ചെയ്യും, ഞാനിത് പഠിച്ചു തീർക്കും. ഓക്കെ, ഒരു 2-3 ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാവും, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ടും ഒരു 2-3 ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോ, നിങ്ങൾ സെറ്റാവും. ഓക്കെ, ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈം നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ മുഴുവൻ നമുക്ക് എന്ത് കിട്ടും, ടൈം കിട്ടും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലായിക്കോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഈ ഉറക്കം അല്ലേ. ഈ ഉറങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ അല്ലേ. പ്രത്യേകിച്ച് തണുപ്പത്തൊക്കെ രാവിലെ മഴയൊക്കെ ഉള്ള സമയത്ത് സ്കൂളൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പം ഈ ഉറക്കം എന്ന് പറയുന്നത് വളരെ നമ്മളെ ബോഡിക്ക് വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഉറങ്ങുന്നത് ഒരു കാരണവശാലും മോശമല്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം വേണ്ടുന്ന കാര്യം, ഈ ബെഡിലിരുന്നിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് ബെഡിലിരുന്നിട്ട് ഫോൺ നോക്കുന്ന കാര്യം നമ്മളെ പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ബെഡിൽ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മളെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഫോൺ കൊടുക്കാൻ പാടില്ല. ഫോൺ കൊടുക്കരുന്നല്ല, അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. എന്താ, നമ്മൾ മക്കളും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ബെഡിലിരുന്നിട്ട് നമ്മൾ ഫോൺ നോക്കി നമുക്ക് കണ്ണിനൊക്കെ മോശമാണ്, നമ്മുടെ സ്ലീപ്പ് എന്ത് ചെയ്യും, ഡിലേ ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്ലീപ്പ് കറക്റ്റ് വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ഈക്വൽ സക്സസ്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് മിസ് പറഞ്ഞു വരുന്ന കാര്യം, ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വിജയം നമുക്ക് കിട്ടില്ല. ഇനിയിപ്പം എല്ലാ സിറ്റുവേഷനിലും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യില്ല, വിജയം കിട്ടില്ല. കുറേ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. സ്മാർട്ട് വർക്കിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റാണ് ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി ചെയ്യണം, ബട്ട് നമ്മൾ എന്ത് പഠിക്കണം, അതൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ മിസ് പറഞ്ഞു വരുന്ന കാര്യം, ഒരിക്കലും ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഒരു വിജയം കിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും സ്മാർട്ട് വർക്ക് കൊണ്ട് മാത്രം നമുക്കൊരു വിജയം കിട്ടും എന്നല്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, നിങ്ങളെ ലൈഫിൽ സക്സസ് ആവുള്ളൂ. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യണം, രണ്ടും വേണം. ഓക്കെ, ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സ്മാർട്ട് വർക്ക് വിത്ത് ഹാർഡ് വർക്ക് നമ്മുടെ ലൈഫിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹാർഡ് വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മടുത്തു വരും. മടുത്ത് നമുക്ക് എന്ത് ചെയ്യും, അതിനോടുള്ള ഇഷ്ടം നമുക്ക്
ചിലപ്പം കുറയാനുള്ള ചാൻസ് ഉണ്ട്. കുറേ പഠിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ കാര്യത്തിലും സ്മാർട്ട് വർക്കും ചെയ്യാൻ പാടില്ല. കുറേ കാര്യത്തിലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മിസ് ഒന്നും കൂടി പറയാണ്, നമ്മളെ ക്ലാസ് 5 സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ബേസ് തൊട്ടിട്ട് എന്ത് ചെയ്യും എടുത്തിരും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ പ്രൈസിൽ, ഇത്രയും ഒരു ചെറിയ പ്രൈസിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു വർഷത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത്. എവിടെയെങ്കിലും കിട്ടോ? ഇല്ലല്ലേ? അപ്പോൾ എൻ്റെ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ എജുപോർട്ടും അതുപോലെ തന്നെ എജുപോർട്ടിൻ്റെ ഫാക്കൽറ്റീസും നമ്മളെല്ലാ ഹോൾ ഫാമിലിയും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പം മിസ്സിൻ്റെ വീഡിയോ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, മിസ്സിൻ്റെ ബാക്കി എല്ലാ ഫാക്കൽറ്റീസിനും വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ.